मूषिकवाहना मोदकहस्ता चामरकर्णा विलम्बिता वामनरूपा महेश्वरपुत्रा विघ्नविनायकपादा नमस्ते। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും SMACTയുമായി ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനുണ്ട്. നേരത്തെ വിളിച്ച് ബുക്കിംഗ് ആവശ്യമാണ്. കൺസൾട്ടേഷൻ ഫീ ഉണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജൂൺ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. മേടൻ രാശിയിൽ ശുക്രനും, ഇടവത്തിൽ സൂര്യനും ബുധനും, മിഥുനരാശിയിൽ വ്യാഴവും, കർക്കിടകത്തിൽ കുജനും ചന്ദ്രനും, ചിങ്ങത്തിൽ കേതുവും, കുംഭത്തിൽ സർപ്പിയും, മീനത്തിൽ ശനിയുമാണ് 1-ാം തീയതിയിലുള്ള ഗ്രഹനില. മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും കുജനും തൊട്ടടുത്ത രാശികളിലേക്ക് രാശിമാറ്റം സംഭവിക്കും. അതേപോലെ ചന്ദ്രൻ 2.25 ദിവസത്തിലൊരിക്കൽ അടുത്തടുത്ത രാശികളിലേക്കായി മാറിക്കൊണ്ടിരിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിശദീകരിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇടവം രാശിയിലുള്ള കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകീരത്തിൻ്റെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും, ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ സൂര്യൻ്റെ ദശ, ചന്ദ്രൻ്റെ ദശ, കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ വ്യയഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഭംഗിയായി ചെയ്യാനൊക്കെ ശ്രമിക്കും. സുഖജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഏതൊരു സാഹചര്യത്തിലും ഉറക്കം ശരിയായ സമയത്തിൽ തന്നെ ഉറങ്ങുവാനും എഴുന്നേൽക്കുവാനും കൃത്യത പാലിക്കും. പണം പലിശയ്ക്ക് കൊടുക്കുന്ന തൊഴിലൊക്കെ ചെയ്യുവാൻ ശ്രമിക്കും. അവ മൂലം വരുമാനവും വർദ്ധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുമായിട്ടാണ് കൂടുതൽ ബന്ധമുണ്ടാവുക. ധനപരമായ എല്ലാവിധ കാര്യങ്ങളിലും നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ വർദ്ധിക്കും. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഏത് കാര്യവും വിവരിച്ചു കൊടുക്കും. ആഭരണങ്ങളൊക്കെ അണിയുവാൻ കൂടുതൽ ഇഷ്ടപ്പെടും. അലങ്കാരം ചെയ്യുന്നതിലൊക്കെ വളരെയധികം താല്പര്യം ഉണ്ടാകും. ഈ രാശി ലഗ്നക്കാർ സത്യസന്ധതയാണ് ഇവരുടെ മുതൽക്കൂട്ടായി കാണുക. സംസാര രീതി കൊണ്ട് ശത്രുക്കളെ കൂടി മിത്രങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കും. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കുറയും. ഏതൊരു കാര്യവും ലോജിക്കായി മാത്രം ചിന്തിക്കും. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും കുറുക്കു വഴിയിൽ കൂടി പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കും. വിദേശത്തേക്ക് തൊഴിൽപരമായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സമയം അനുകൂലം തന്നെയാണ്. മൾട്ടി നാഷണൽ കമ്പനിയിലൊക്കെ ജോലി കിട്ടുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. ടാസ്മാർക്ക് കമ്പനിയിൽ ജോലിക്കുള്ള സാധ്യതകൾ കൂടുതലുണ്ടാകും. ഉയർന്ന പദവികൾ വഹിക്കുവാനുള്ള യോഗവും കാണുന്നു. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനും വീട് വാങ്ങിക്കുവാനും ഒക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും റഫായി മാത്രമേ ചെയ്യുകയുള്ളൂ. സംയോജിത ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാകും. കാലാനുസൃതമായി ചിന്തിച്ച് സംസാരിക്കും. ഗവൺമെൻറ് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ്. ഏത് തൊഴിൽ ചെയ്താലും ലാഭമുണ്ടാകുന്നൊരു മാസം തന്നെയാണ്. ഭാഗ്യകർമാധിപനായ ശനിയുടെ ലാഭസ്ഥാനസ്ഥിതിയും
ലാഭാധിപനായ വ്യാഴത്തിൻ്റെ ധനസ്ഥാനസ്ഥിതിയും അതേപോലെ ലാഭാധിപനായ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ കർമ്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവിൻ്റെ സ്ഥിതിയും കർമ്മപരമായ കാര്യങ്ങളിൽ ഒരു നല്ല രാജയോഗം തന്നെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ്. അതുമാത്രമല്ല, മറ്റുള്ള ഒരു ഗ്രഹവും 6-8 ഭാവങ്ങളുടെ ബന്ധത്തിൽ വരാതിരിക്കുന്നത് തന്നെയാണ് വളരെ നല്ല ശുഭഫലങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. പൊതുവെ ഈ രാശി ലഗ്നക്കാർ ഏതൊരു കാര്യവും ഭംഗിയായി ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരാണ്. അത് ഈ മാസം നിപുണത്വമായി ചിന്തിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. മറ്റുള്ളവർക്ക് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കും. ഇവർക്ക് സ്വന്തമായൊരു കുടുംബം ഉണ്ടാകാനുള്ള ഒരു യോഗവുമൊക്കെ കാണുന്നുണ്ട്. ധനം സമ്പാദിക്കുന്നതിൽ കൂടുതൽ മുൻതൂക്കം കൊടുക്കും. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. സ്വപരിശ്രമത്താൽ സ്ഥലമോ മറ്റ് സ്വത്തുക്കളോ ഒക്കെ വാങ്ങിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല. മാതൃകുടുംബത്തിലുള്ളവരോട് ശത്രുതയൊക്കെ തോന്നും. മാതൃകുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളവർക്ക് നിയമസഹായമൊക്കെ തേടേണ്ടതായിട്ട് വരും. അതുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ട് വരും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. സന്താനങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാവും. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുകയും ചെയ്യും. ആരോഗ്യപരമായി മധ്യമമായിട്ടാണ് കാണുന്നത്. യൂറിനറി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. വാദസംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെയാണ് കൂടുതൽ സാധ്യത കാണുന്നത്. കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലം തന്നെയാണ്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളുണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട്. അതേപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തൊരു ശുഭകാര്യം നടക്കുവാനും യോഗം കാണുന്നുണ്ട്. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. പിതൃസ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും. കർമ്മപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചയും ഈ മാസം കാണുന്നുണ്ട്. സംഘങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലൊക്കെ സജീവമായി പങ്കെടുക്കും. മൂത്ത സഹോദരങ്ങൾ, ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും. സ്വന്തം ആവശ്യത്തിനായിട്ടും ആഡംബരത്തിനായിട്ടുമുള്ള ചിലവുകളൊക്കെ കാണുന്നുണ്ട്. പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.